മലയാളികളെ ഒരുപാട് ചിരിപ്പിച്ച സൂപ്പർ ഹിറ്റ് സിനിമകൾ ഒരുക്കിയ സംവിധായകൻ ഷാഫി വിട പറഞ്ഞു. 7 ദിവസമായി അതീവ ഗുരുതരാവസ്ഥയിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അന്ത്യം ഇന്ന് രാവിലെ 12:25 ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കവെയാണ് അന്ത്യം. കഴിഞ്ഞ 16-നാണ് ഷാഫിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വെന്റിലേറ്റർ സഹായത്തോടു കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തിയിരുന്നത്. സംവിധാന ജോഡികളായ റാഫി മെക്കാട്ടിനിലെ റാഫിയുടെ സഹോദരൻ കൂടിയാണ് ഷാഫി. അന്തരിച്ച പ്രശസ്ത സംവിധായകൻ സിദ്ദീഖ് ഇവരുടെ അമ്മാവനാണ്. 1990-കളുടെ മധ്യത്തിൽ രാജസേനൻ, റാഫി മെക്കാട്ടിൻ എന്നിവരുടെ അസിസ്റ്റന്റ് ഡയറക്ടറിൽ നിന്നുകൊണ്ടാണ് ഷാഫി സിനിമാ ജീവിതം ആരംഭിച്ചത്. 2001-ൽ വൺ മാൻ ഷോ എന്ന ചിത്രത്തിലൂടെയാണ് സ്വതന്ത്ര സംവിധായകനാകുന്നത്. അതിനുശേഷം കല്യാണരാമൻ, പുലിവാൽ കല്യാണം, തൊമ്മനും മക്കളും, മായാവി, മേരിക്കൊണ്ടൊരു കുഞ്ഞാട് തുടങ്ങിയ നിരവധി ബോക്സ് ഓഫീസ് ഹിറ്റ് ചിത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച സംവിധായകൻ കൂടിയാണ് ഷാഫി. 2 പതിറ്റാണ്ട് നീണ്ട തൻ്റെ കരിയറിൽ ഒരു തമിഴ് സിനിമയടക്കം 18 സിനിമകൾ സംവിധാനം ചെയ്തു. 2022-ൽ പുറത്തിറങ്ങിയ ആനന്ദം പരമാനന്ദമാണ് അവസാനം സംവിധാനം ചെയ്ത സിനിമ. 1968 ഫെബ്രുവരിയിൽ എറണാകുളം പുല്ലേപ്പടിയിലാണ് ഷാഫിയുടെ ജനനം. പിതാവ് MP ഹംസ, മാതാവ് നബീസുമ്മ. കലാകാരന്മാരായ അമ്മാവന്മാരും മറ്റു ബന്ധുക്കളുമൊക്കെ സിനിമയും മറ്റും ചർച്ച ചെയ്യുന്ന കേട്ട് വളർന്ന ഷാഫിയിലും കുട്ടിക്കാലത്ത് തന്നെ സിനിമാമോഹം ഉണ്ടാവുകയായിരുന്നു. സ്കൂൾ കാലത്ത് മിമിക്രിയും മോണോ ആക്റ്റും അവതരിപ്പിച്ചിരുന്നു. മലയാളികളെ ഏറെ ചിരിപ്പിച്ച സംവിധായകൻ ഷാഫിക്ക് ആദരാഞ്ജലികൾ.